കളിവീടുറങ്ങിയല്ലോ കളിവാക്കുറങ്ങിയല്ലോ ഒരു വാക്കോ സാറായിരുന്നോ? സാറെന്താ ഇവിടെ? ഞാൻ തന്നെ ഒന്ന് കാണാൻ വന്ന. ഞാനിവിടെ അല്ല, ഞാൻ അവിടെയാണ്. അതെനിക്കറിയാം. എനിക്ക് പ്രമോഷൻ കിട്ടാൻ വകുപ്പുള്ള ഒരു കോള് താനെ നല്ല പറഞ്ഞിരുന്നല്ലോ. അവളെ കണ്ടോ സാർ? ആ കണ്ടു. എന്റെ പ്രതീക്ഷകൾക്ക് അതീതമായിരുന്നു. തന്നെ കുറിച്ച് അവൾ ഏറെ തിരക്കി. എന്റെ ഈശ്വര, അവൾ ആരാണ്? എവിടെയുണ്ട്? എന്താണ് സാർ പേര്? തോക്കല്ലത് കയ്യാ. അവൾ ആരാണ്, എന്താണ്, എവിടെയാണെന്നൊക്കെ അറിയാൻ വേണ്ടി ഇട്ടാ പൊട്ടാത്ത ഒരു കള്ള ബോംബിന്റെ കഥ പറഞ്ഞ് നീ എന്നെ വെറും മാമയാക്കിയല്ലടാ. മാമ? ഞാൻ സാറിനെ മാമാന്ന് വിളിക്കോ? ഞാൻ പറഞ്ഞിട്ട് സത്യമാണ് സാർ. വേണ്ട, കള്ള സത്യം പറഞ്ഞ് എനിക്കിട്ട് ഇനിയും ബോംബ് വെക്കാന്ന് കരുതണ്ട. മേലിൽ അവളെ കുറിച്ച് അന്വേഷിക്കുകയോ കണ്ടാൽ നീ ഫോളോ ചെയ്യോ ലൈൻ അടിക്കോ ചെയ്താൽ നിന്റെ ലൈസൻസ് കട്ട് ചെയ്ത് ഞാൻ പട്ടിക്കിട്ട് കൊടുക്കാം. അത് മാത്രം കട്ട് ചെയ്യരുത് സാർ, എനിക്ക് ഇനി ആവശ്യമുള്ളതാ. മതിയായി പോയി. ജാമ്പുവാന്റെ കാലത്തുള്ള ഈ വണ്ടി കൊണ്ട് ജെറ്റ് വിമാനം പോലെയല്ലേ പറക്കണത്. ആ പിന്നെ നീ പറഞ്ഞ മെക്കാനിക് ഇല്ലേ, ഏതാവൻ? ഒരു സുന്ദര വിധി. വരവും പത്രാസൊക്കെ കണ്ട ഏതോ ഡോക്ടറാണെന്നേ തോന്നുന്നു. വെറുതെ അവൻ അങ്ങനെ ഒരു ബോംബ് കഥ ഉണ്ടാക്കി പറയൂ. അതൊരു പോലീസ് ഓഫീസറോട്. അവൻ അതും പറയും, അതിനപ്പുറം പറയും. കണ്ടാ തന്നെ ഒരു ഫ്രോഡ് ലുക്കാ. എന്നാലും അതത്ര നിസ്സാരമായി തള്ളിക്കളയാവുന്ന ഒരു കാര്യമല്ല. കൊള്ളാം. അങ്കിൾ ഈ ഫൂളിഷ്നെസ് വിശ്വസിച്ചോ? എന്നെ കൊല്ലാൻ മാത്രം ശത്രുക്കൾ ആരാ അവിടെ ഉള്ളത്? ഞാൻ ആരാണെന്ന് പോലും ഈ നാട്ടിൽ ഒരു കുഞ്ഞിനും അറിയില്ല. കള്ളൻ കപ്പലിൽ തന്നെ ആകാമല്ലോ. വാട്ട് യു മീൻ? അല്ല, ഞാൻ പറഞ്ഞു നോ, അങ്കിൾ എന്ത് പറഞ്ഞാലും ഞാനിത് വിശ്വസിക്കില്ല. ഓക്കെ, ഞാനൊന്നും പറയുന്നില്ല. എങ്കിലും ആ സമയത്ത് ഈ ഒറ്റയ്ക്കുള്ള യാത്ര അധികം വേണ്ട. എനിക്കൊരു ചുക്ക് സംഭവിക്കില്ല. ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, എന്റെ കൂടെ എപ്പോഴും ഡാഡിയും മമ്മിയുണ്ട്. I'm telling the fact. I feel so. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. ആഹാ, നന്ദിനി മോളും ഉണ്ടല്ലോ. ഇന്നെന്താ എത്ര നേരത്തെ? വക്കീൽ ഓഫീസിൽ നിന്ന് അറസ്റ്റ് ചെയ്തോണ്ട് പോകുന്നതാ. അങ്കിളിനെ ഇത്രയും നേരത്തെ എത്തിച്ചതിന് ആന്റി എനിക്കൊരു പ്രസന്റ് തരണം. തരാലോ. മോക്ക് എന്ത് പ്രസന്റാ വേണ്ടത്? അതൊക്കെ സമയമാകുമ്പോ ഞാൻ പറയാം. മോളിരിക്കും, കാപ്പി കുടിച്ചിട്ട് പോയാ മതി. ആ, കാപ്പി മാത്രം പോരാ. I want a sweet cake also. ആ, കേക്കിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. മറ്റന്നാളല്ലേ മോളുടെ ബർത്ത്ഡേ? യാ, വീട്ടിൽ ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ പ്ലാൻ ഇട്ടിരിക്കുക എല്ലാവരും, ഇൻക്ലൂഡിംഗ് പപ്പടം, പഴം ആൻഡ് പായസം. നന്നായി. അന്ന് തന്നെ മറ്റൊരു ചടങ്ങ് കൂടി നമുക്ക് നടത്തണം. സ്വത്തുക്കൾ മുഴുവൻ മോളുടെ പേരിലാക്കിയ പ്രമാണത്തിന്റെ രജിസ്ട്രേഷൻ. ഓ, അങ്കിളിന് എപ്പോഴും ഈ ഒരു ചിന്തയേ ഉള്ളൂ. രജിസ്ട്രേഷൻ ചെയ്താലും ഇല്ലെങ്കിലും ഇതൊക്കെ എനിക്ക് തന്നെയല്ലേ? അതെ, പക്ഷേ അതുകൊണ്ട് മാത്രമായില്ല, നിയമപരമായി അതൊന്ന് ഉറപ്പിക്കണം. എന്നാലേ എനിക്കൊരു മനസ്സമാധാനം കിട്ടും. എന്നാലും അന്ന് തന്നെ വേണോ? പിന്നെ എപ്പോഴാ? ഹാൻഡ് ഓവർ ചെയ്യാൻ സമയമാകുമ്പോ ഞാനിത് ഇങ്ങനെ കാണിക്കും. എങ്ങനെ എങ്ങനെ? ദാ ഇങ്ങനെ. ഇങ്ങനെ? ഹലോ, നന്ദിനി കുട്ടിക്കാ ഫോൺ. അതെ, ഇവിടെ എല്ലാരും ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഞാൻ നന്ദിനി കുട്ടിക്ക് കൊടുക്കാം. രാജേന്ദ്രനാ. ഹലോ. സോറി മോളെ, ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാ വണ്ടി കേടായത്. അതൊന്നും പറഞ്ഞാ പറ്റൂല. രാജേട്ടനും കൂടി ഒരുമിച്ച് അമ്പലത്തിൽ പോകാനല്ലേ പറഞ്ഞേ? ദേ, അമ്മ ചേച്ചി എല്ലാരും റെഡി ആയിരിക്കുക. ശ്രമിക്കാഞ്ഞിട്ടല്ല, ഇനി ഇവിടുന്ന് വണ്ടി കിട്ടില്ല. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും എത്താമായിരുന്നു. എനിക്ക് പിറന്നാൾ സമ്മാനമായി വരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒഴിഞ്ഞു മാറുകയാണോ? എല്ലാരും ഉണ്ടായിരിക്കണമെന്നാ എന്റെ ആഗ്രഹം. സാരമില്ല, ഞാൻ വണ്ടി എടുത്തിട്ട് വരാം. നോ എന്ന് പറയരുത്, ഓക്കെ? പിറന്നാൾ സമ്മാനം കൊടുക്കാൻ പറ്റിയ അവസരം.
രാജേന്ദ്ര, ഞാൻ കേട്ടതൊക്കെ സത്യമാണോ? എന്റെ നന്ദിനി മോൾക്ക് എന്താ പറ്റി? മനസ്സ് വിഷമിപ്പിച്ച് വെറുതെ അർത്ഥം കൂട്ടണ്ട. എപ്പോ തുടങ്ങി കരച്ചിലായത്? മീനാക്ഷി, അകത്ത് കൊണ്ടുപോയി കിടത്ത്. എവിടെ വെച്ച് ആക്സിഡന്റ് ഉണ്ടായത്? കുറവമ്പാറ തെരുവിൽ വെച്ച് ടയറ് പൊട്ടി കൊക്കയിലേക്ക് തെറിച്ചു പോണത് കണ്ടവരുണ്ട്. 10,000 അടി താഴ്ചയുള്ള സ്ഥലമല്ലേ, വീണാ പിന്നെ പൊടി പോലും കിട്ടില്ല. ഓ മൈ ജീസസ്. എസ്റ്റേറ്റിൽ നിന്ന് എന്നെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി വന്നത് അവള്. പിറന്നാളിന് ഞാൻ കൂടി വന്നേ പറ്റൂന്ന് നിർബന്ധമായിരുന്നു അവൾക്ക്. പക്ഷേ ഈശ്വരന് ഇത്രയും ആഴ്ച കൊടുത്തിട്ടുള്ളൂ കരുതി സമാധാനിക്കുക, അല്ലാതെ എന്താ ചെയ്യാ? എങ്ങനെ സമാധാനിക്കാനാ പറയണേ? രാജേട്ടാന്ന് വിളിച്ചുണ്ട് ഓടിയുള്ള ആ വരവ്, ആ മുഖം മനസ്സിൽ നിന്ന് മായണില്ല. എസ്റ്റേറ്റിലെ പണിക്കാരും കൂട്ടി ഇനി തിരയാൻ ഒരിടവും ബാക്കിയില്ല. ആ കുട്ടിക്ക് ഇങ്ങനൊരു വിധി ഉണ്ടാവാൻ ആരെന്തോ പാവം ചെയ്തു. I can't believe. ഒരു പ്രത്യേക അറിയിപ്പ്. ഈ ഫോട്ടോയിൽ കാണുന്ന പെൺകുട്ടി വിമലഗിരി ഫ്രെഡി, ആ പെണ്ണല്ലേ ഇത്? കുറെ ദിവസങ്ങളായിട്ട് അഡ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പേഷ്യന്റ് ആണ്. 18 വയസ്സിനടുത്ത് പ്രായം തോന്നിക്കുന്ന ഈ പെൺകുട്ടിക്ക് താൻ ആരാണെന്നോ പേരെന്തെന്നോ ഒന്നും വ്യക്തമായി ഓർക്കാൻ കഴിയുന്നില്ല. ഈ കുട്ടിയുടെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിമലഗിരി പ്രകൃതി ചികിത്സ യോഗ സെന്ററിൽ ബന്ധപ്പെടുവാൻ അധികൃതർ അറിയിക്കുന്നു. വിലാസം: വിമലഗിരി പ്രകൃതി ചികിത്സ യോഗ സെന്റർ, വിമലഗിരി. കൊള്ളാവുന്ന തോന്നണേ. എന്റെ മമ്മിക്ക് എന്ത് പറ്റി? അത് മോളുടെ മമ്മി അല്ല. അത് എന്റെ മമ്മിയാ. ഡാഡി അല്ല പറഞ്ഞ മമ്മിയാന്ന്. അത് ഡാഡി വെറുതെ പറഞ്ഞല്ലേ. അയ്യേ, കൊച്ചുകുട്ടികൾ കരയോ? അയ്യേ, ഇതേ നോക്കുന്ന കരയില്ല കരയില്ല കരയില്ല. കാണിച്ചാ മമ്മി കാണിച്ചാ മമ്മി കാണിച്ചാ. ഓക്കെ. എന്തായിരുന്നു ബഹളം? മോള് ഫ്രെഡിയങ്ങളുടെ ഫോട്ടോ ഇറക്കിയിട്ട് മമ്മിയുടെ ഫോട്ടോ കേറ്റി. ശരിക്കും ഞാൻ ഓഫ് ചെയ്യാം. ആരാണെന്നും എന്താണെന്നും ഓർക്കാൻ പറ്റാതെ വരികയാണെന്ന് വെച്ച എങ്ങനെ തുള്ളിച്ചാടി കിടന്ന കൊച്ച. അയ്യോ, എനിക്ക് ആലോചിക്കാൻ പോലും പറ്റണില്ല. രാജനെന്താ ഇത്ര ആലോചിക്കണം? നമുക്ക് പുറപ്പെടണ്ടേ? അതെ രാജേട്ടാ, നമുക്ക് ഇപ്പൊ തന്നെ പുറപ്പെടാം. നിങ്ങളൊക്കെ ഇങ്ങനെ ചാടാതെ ഇപ്പൊ പുറപ്പെട്ട ഈ പറയുന്ന സ്ഥലത്ത് എത്തുമ്പോ പാതിര കഴിയും. മനുഷ്യനും മാഞ്ചാതി ഇല്ലാത്ത ഏരിയ. നട്ടപ്പാതിരായിക്ക് അഡ്രസ്സും തപ്പി നട്ടം തിരിയാന്നല്ലാതെ ഒരു പ്രയോജനം ഉണ്ടാവില്ല. അല്ല, അന്ന് കൊക്കയില് മുഴുവൻ ആളുകൾ തെരഞ്ഞിട്ടും കണ്ടില്ല എന്നല്ലേ രാജേന്ദ്രൻ പറഞ്ഞത്? ഞാൻ എന്താ കള്ളം പറഞ്ഞതാണോ? അതിനിത്ര ശോഭിക്കാൻ എന്തിരിക്കുന്നു? ശേഖരൻ ഒരു സംശയം ചോദിച്ചെന്നല്ലേ ഉള്ളൂ. ഏതായാലും ജീവൻ തിരിച്ചു കിട്ടിയല്ലോ, അത് തന്നെ മഹാഭാഗ്യം. അതെ രാജേന്ദ്രൻ, കണ്ടു. ആ അഡ്രസ് കുറിച്ചെടുത്തിട്ടുണ്ട്. ആ ആശുപത്രി നമ്പറിൽ ബന്ധപ്പെടാൻ ഞാൻ ശ്രമിച്ചു. ആ ലൈൻ ഫാൾട്ട് ആണെന്ന് തോന്നുന്നു. ആ ശരി, ആടെ ഞങ്ങൾ എത്തിക്കോളാം. ആരാ? വക്കീല. നാളെ രാവിലെ ഹോസ്പിറ്റലിൽ എത്തിക്കോളാം. എന്താ നീ വന്ന് കിടക്കണല്ലേ? ആ കുട്ടിയുടെ മുഖം മനസ്സിൽ നിന്ന് മായണില്ല. അവളെ രക്ഷിക്കണമെന്നൊരു തോന്നല്. ഇത്രയൊക്കെ അറിഞ്ഞിട്ടും നമുക്കൊന്നും ചെയ്യാൻ പറ്റണില്ലെന്നൊരു കുറ്റബോധം. കുറ്റബോധം മാങ്ങത്തൊലി. നിനക്ക് പ്രേമ അസ്ഥിക്ക് പിടിച്ചിരിക്കുക. നീ വന്ന് കിടക്കണ്ടോ? എടാ ഫ്രെഡി, ഞാൻ വളരെ സീരിയസ് ആയിട്ടാ പറയുന്നത്. നീ മിനിമോളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. നാളെ മമ്മിയെ കാണാം, പിണക്കം മാറ്റി ഡാഡി മമ്മിയെ കൂട്ടിക്കൊണ്ടിരുമ്പോ എന്നൊക്കെ സ്വപ്നം കണ്ട് കിടന്ന് ഉറങ്ങാവള്. മിനിക്കുട്ടി നമ്മൾ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും? മാത്രമല്ല, ആ കുട്ടിക്ക് ബന്ധുക്കൾ ആരും ഇല്ലെന്ന് തോന്നണേ. ഉണ്ടായിരുന്നതിൽ എന്നെ അവരൊന്ന് കൂട്ടിക്കൊണ്ടു പോയനെ. പിന്നെ ഈ അവസ്ഥയില് അവളെ കൊല്ലാൻ നടക്കുന്നവർക്ക് നിഷ്പ്രയാസന് കഴിയുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് എന്റെ പ്രസാദം, നിനക്ക് ഇപ്പൊ എന്താ വേണ്ടേ? നാളെ അവിടെ പോണം. ആനയും അമ്പാരിയുള്ള വീട്ടിലെ കുട്ടിയെ കാണണം. അത്രയല്ലേ ഉള്ളൂ. എന്നാ കേട്ടോ, നാളെ നമ്മൾ അവിടെ പോകുന്നു, ഇന്ദുട്ടിയെ കാണുന്നു. ശേഷം ഭാഗം ഈ ഫ്രെഡിക്ക് വിട്ടേക്ക്.